NM വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആത്മഹത്യ എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ ഇന്ന് റഫീഖ് പറഞ്ഞ വളരെ കൃത്യമാണേ, അതൊരു ഇരട്ട കൊലപാതകമാണ്. ആ ഇരട്ട കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അവരാ രാഷ്ട്രീയ ധാർമ്മികതയോടുകൂടി ഈ പറയുന്ന മുഴുവൻ ആളുകളെയും കഴിഞ്ഞ 10 വർഷമായിട്ട് 3 പ്രസിഡന്റുമാരിരുന്നിട്ടും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ജില്ല കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മരണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ആ നിക്ഷേപകർ അനുഭവിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയുമാണ്. പക്ഷേ ഇപ്പുറത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് 3 ജില്ലാ പ്രസിഡന്റുമാർ, 2 ട്രഷറർമാർ നല്ല സുന്ദരമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടനില നിർത്തി പൈസ സംഘടിപ്പിച്ച് അത് വെട്ടി സ്വന്തം കീശയിലാക്കി, എന്നിട്ട് ഒരു കുടുംബം അനാഥമായിരിക്കുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്, ആ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്, പച്ചയായൊരു ജീവിത യാഥാർത്ഥ്യവുമുണ്ട്. ഇതിൽ നിന്ന് കോൺഗ്രസിന് കൈകഴുകി പോകാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ നടപടി അത് ND അപ്പച്ചനെതിരായിട്ടുണ്ടാവണം, IC ബാലകൃഷ്ണൻ എതിരായിട്ടും ഉണ്ടാകണം. ഈ പറയുന്ന പോലീസും കേസുമൊക്കെ കോടതിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നടപടി നിർബന്ധമായും ഈ 3 ആളുകളുടെയും കാര്യത്തിൽ, ND അപ്പച്ചൻ്റെ കാര്യത്തിൽ, IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ, KK ഗോപിനാഥിൻ്റെ കാര്യത്തിൽ നിർബന്ധമായും എടുക്കണം എന്നാണ് എൻ്റെ നിലപാട്. അതിന് പ്രേരിപ്പിക്കുന്നതും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട്.